ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഫിഷിങ്ങിന് പോകുമ്പോൾ കാണുന്ന എല്ലാ രസകരമായ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ സന്തോഷമാണ്. അതുപോലെ മോർണിംഗിൽ നമ്മുടെ നേച്ചർ കാണാനുള്ളൊരു രസം അത് വേറെ ലെവലാണ്. നമ്മളിന്ന് ഫിഷിങ്ങിന് വന്നിരിക്കുന്നത് ഏനമാവ് ബണ്ടിൻ്റെ അവിടെയാണ്, അതും ഡൂഡിലാണ്. നമ്മൾ ഫിഷിങ്ങിൻ്റെ കൂടെ കുറച്ച് ഏരിയൽ വ്യൂസൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊന്നും കാണാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്സും കമൻറ്റിൽ തരണം. അടുത്ത വീഡിയോയിൽ അതെല്ലാം നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ നോക്കാവുന്നതാണ്. നമ്മൾ ഡ്രോൺ യൂസ് ചെയ്തിട്ട് റെക്കോർഡിങ് ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് പുതിയ തരത്തിലുള്ള റെക്കോർഡിങ്സുകൾ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നൊന്നും നമുക്കറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തണം. നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ആഡ് ആക്കാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫിഷിംഗ് സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ആരൊക്കെ വന്നിട്ടുള്ളതെന്നൊക്കെ. ആരിഫ് അവിടെ ഓൾറെഡി ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിന്ന് വന്നത് ഡൂഡിലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ അടുത്ത്. പിന്നെ ഒരാളും കൂടി വരാനുണ്ട് നമ്മുടെ കൂടെ ഫിഷിങ്ങിന് വേണ്ടിയിട്ട്. ആൾ കുറച്ചുകൂടി കഴിഞ്ഞ് എത്തും. എന്തായാലും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതാണ്. പിന്നെ നമ്മൾ സെയിം സ്പോട്ടിൽ തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. കാലത്ത് ഫിഷ് ചെയ്യാൻ പറ്റിയ നല്ല അനുകൂലമായതാണ്. ഇന്നലെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ ഫിഷിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതെൻ്റെ ഇത് ഇലക്ട്രിക് ബൈക്ക്. അത് ഞാൻ അവിടെ ബാംഗ്ലൂർ യൂസ് ചെയ്യണതാ. അത് ഞാൻ എടുത്തുകൊണ്ടിരുന്നതാ. കുഴപ്പമില്ല, ഇത് നല്ലതാ. 60 കിലോമീറ്റേഴ്സ് കിട്ടും വൺ ചാർജ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഗസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആരാണ് ഗസ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമ്മുടെ ഹാപ്പി ബേബി ഫിഷിംഗ് ആണ്. നമ്മൾ ഇന്നലെയും ഒരുമിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരേ നാട്ടുകാരെന്ന് അറിഞ്ഞപ്പോൾ നമ്മളെന്നാൽ ഓക്കെ ഫ്രണ്ട്സ് ആയിട്ട് ഫിഷിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഗൈസ് ഇവിടെ കരിമീൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഫിഷിംഗ് ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ 1-2 തവണ മാത്രമേ ഫിഷിംഗ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഫിഷിംഗ് അറിയില്ല, മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, 1-2 മീനൊക്കെ കിട്ടുന്നതുകൊണ്ട് ഇന്നും കരിമീനൊക്കെ കിട്ടുന്ന പ്രതീക്ഷിക്കാം അല്ലേ? പ്രതീക്ഷയാണ് നമ്മുടെ എല്ലാം. നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, ഡെയിലി നമ്മൾ ഫിഷിംഗ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും 1-2 മീൻ കിട്ടുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ആരിഫ് അവിടെ തകൃതിയായ ഫിഷിങ്ങിലാണ്. ആരിഫാണ് നമുക്ക് ഫിഷിന്റെ ഫുഡും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ആരിഫിന്റെ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷിങ്ങിൽ അതൊരു ഡിഫറെന്റ് തന്നെയാണ്. പോൾ റോഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഫിഷ് ചെയ്യണത്. അപ്പൊ നമുക്ക് എന്തായാലും ഫിഷിങ്ങിലേക്ക് തുടങ്ങാം. എന്നൊരു ചലഞ്ച് തന്നെയാണ്. ആരാണ് കൂടുതൽ ഫിഷ് പിടിക്കുന്നത് എന്നായിരിക്കും നമ്മുടെ ഇടയിലുള്ള ചലഞ്ച്. എന്തായാലും ഞാൻ പിടിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ ചേട്ടൻ നല്ലപോലെ പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇന്നലെ നല്ല മഴയായിരുന്നു ഇവിടെ. അത് കാരണം എങ്ങനെയാവുന്ന ക്ലൈമറ്റ് ഒക്കെ നല്ലതാണ്, അടിപൊളി ക്ലൈമറ്റ് ആണ്. നമുക്ക് പിന്നെ നോക്കി കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇങ്ങനെ പാടത്ത് ഇങ്ങനെ നല്ല രസമായിട്ട് കാണാം. പിന്നെ ഈ വഴി ഞാൻ പണ്ടും എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ട്, ഈ വഴി ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോച്ചയുടെ വീടിൻ്റെ അവിടേക്കൊക്കെ എത്താൻ പറ്റും. അങ്ങറ്റത്താണ് ബോച്ചയുടെ വീട് വരിക, ശോഭ സിറ്റി അടക്കം. ഇപ്പോൾ ബിൽഡിങ്സ് ഇവിടെ നിന്ന് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല, ക്ലൈമറ്റ് കുറച്ച് ക്ലൗഡി ആയ കാരണം കൊണ്ട്. പക്ഷേ അല്ലെങ്കിൽ നമുക്ക് ബിൽഡിങ്സൊക്കെ കാണാൻ പറ്റുന്നതാണ് അങ്ങോട്ട്. പക്ഷെ എന്തായാലും നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങല്ലോ? അപ്പോൾ നമുക്ക് മീൻ കിട്ടിയിട്ടോ.
നല്ലൊരു മുണ്ടത്തി പരലിന് കിട്ടിയിട്ടുണ്ട്. ആ കളയണ്ട. അത്യാവശ്യം സൈസൊക്കെ ഉണ്ട്. അയ്യോ അതിനിതിലിട്ടോ, ഈ ബോക്സിൽ ഇട്ടോ. ആ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലെ ഒരു ഡ്രോൺ ഓർ ഏരിയൽ വ്യൂ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫിഷിങ്ങിന് പോകുന്ന സ്ഥലത്ത് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആഡ് ചെയ്തിട്ടുള്ളത്. ഡ്രോൺ വ്യൂ ആണ്, DJI Mini 4 Pro അതിലാണ് ഞാൻ ഈ വീഡിയോസ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഫിഷിങ്ങിന് പോകുന്ന സ്ഥലത്തിൻ്റെ ഒരു ബ്യൂട്ടി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇതിലേതെങ്കിലും വീഡിയോസ് ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങളത് കമൻറ്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അടുത്ത വീഡിയോസിൽ നമ്മളത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തൃശ്ശൂരിലെ ഏനമാവ് ബണ്ടിൻ്റെ അവിടെയാണ്. നല്ല ശുദ്ധജലത്തിലാണ് നമ്മളിപ്പോൾ ഫിഷ് ചെയ്യുന്നത്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബണ്ടിൻ്റെ ഒരു സൈഡിൽ സോൾട്ട് വാട്ടറും അതർ സൈഡിൽ ഫ്രഷ് വാട്ടറുമാണ്. കൃഷിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വെള്ളം പൊതുവെ യൂസ് ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇവിടെ വന്ന് ഫിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അത് ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ഹെൽപ്പായിരിക്കും. പിന്നെ പുതിയ സ്ഥലങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ വന്ന് ഫിഷ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഏരിയൽ വ്യൂ ഒക്കെ കണ്ട് ഒന്ന് അതിൻ്റെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് തരികയാണെങ്കിൽ നമുക്ക് ഇനി ഉള്ള വീഡിയോകളിൽ പുതിയ തരത്തിലുള്ള ഏതെങ്കിലും വീഡിയോകൾ ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റോഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ അവർ ഫിഷിങ് സ്റ്റാർട്ട് ചെയ്തു. അവരവിടെ ഫിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ മോശമാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ആരിഫ് കൊണ്ടുവന്ന തീറ്റയൊക്കെ കൊണ്ടുവന്നുണ്ട്. ഞാൻ അത് ചെറിയ കഷ്ണമാക്കി ഇട്ടിട്ട് പിടിക്കും. കരിമീന് തീറ്റ എടുക്കുന്നത് പെട്ടെന്ന് അറിയാൻ പറ്റും. അതിങ്ങനെ പെട്ടെന്ന് വിളിച്ചുകൊണ്ടില്ല, തട്ടി നൈസായിട്ട് ഇങ്ങനെ പോകും. അങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ ഹുക്കപ്പ് വെക്കാൻ പറ്റുള്ളൂ. സൈഡിലൊരു ചെറിയ സ്ഥലം മതി. ഞാനിതിങ്ങനെ എങ്ങനെയാണെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ചെറിയ റോഡായ കാരണം ഒരു സൈഡിലേക്കാക്കി ഇട്ട് നോക്കാം. നമുക്ക്
ആരിഫിൻ്റെ റോഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പതുക്കെ തോണ്ടിട്ട് അങ്ങോട്ട് ഇടും. ജസ്റ്റ് അവരുടെ ഒരു മിനിറ്റ് ഇത് മാഷാ. ഇങ്ങനെ തന്നെ. ഇടാൻ കുറച്ചൊരു പാടാ. ലൈന് പിടിച്ച് അങ്ങോട്ട് അയ്യോ ദേ പോകുന്നു. പതുക്കെ പോടാ മോനെ. കൊണ്ടുപോയി അവനത് ആ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആട്ടോ വെള്ളം ഇന്നത്തെ. കൊണ്ടുപോയി ആ കിട്ടി കിട്ടി ഫസ്റ്റ് കരിമീൻ്റെ കുട്ടീനെ കിട്ടി. അയ്യോ മുള്ളുണ്ടല്ലേ ഇതിന്. ആ കരിമീൻ്റെ കുട്ടീനെ കിട്ടി. ചേട്ടനൊരു കരിമീന്റെ കുട്ടി പിടിച്ചിട്ടുണ്ട്. ഇതിനെന്ത് ചെയ്യും? റിലീസ് ചെയ്യുന്നുണ്ട്. ഇതിനെ റിലീസ് ചെയ്യല്ലേ നല്ലത്? ഇത് ചെറുതല്ലേ, അപ്പൊ നമ്മൾ ഇതിനെ റിലീസ് ചെയ്യാണ് ചെയ്യണേ. നല്ലൊരു നന്മ മരം കുഞ്ഞുങ്ങൾക്ക് കിട്ടി നമ്മളെ റിലീസ് ചെയ്യും. കാരണം ഇതൊക്കെ വലുതായി വരേണ്ടതാണ്. അതെ അതെ, എന്നിട്ട് നമ്മൾ തന്നെ പിടിക്കുന്നതായി. അതെ വന്നോളട്ടോ മോനെ, മറക്കരുത്. അതെ അയ്യോ പതുക്കേനെ. ആദ്യമായിട്ട് പിടിച്ചല്ലേ? ആ ആദ്യത്തെ കരിമീനാണ്. എന്റേതായിട്ട് കരിമീനാ. ഓ ഗൈസ്, നമ്മളാണപ്പോ വൈകിയിരിക്കുന്നത്. നമ്മൾക്ക് വേഗം തന്നെ തീറ്റ കുഴിച്ചിട്ടിടാട്ടോ. പതുക്കേനെ പതുക്കെ മഞ്ഞപ്പൊടിയും മൈദയും പതുക്കേനെ റിലീസ് ചെയ്യട്ടെ. അതില് ഞങ്ങളുടെ അവനെ റിലീസ് ചെയ്തേ. ഫസ്റ്റത്തെ കരിമീൻ ഞാൻ എനിക്കടിച്ചേ. പക്ഷെ നമ്മള് വലുത് പിടിക്കുന്നതായിരിക്കും അല്ലേ ചേട്ടാ? കുറച്ചുകൂടി വെയിൽ വന്നു തുടങ്ങി കഴിഞ്ഞാൽ കിട്ടും ശരിക്കും. ഈ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നമ്മൾ എത്ര നേരം വേണമെങ്കിലും നിക്കാം. അതെ വെയിൽ വന്നാലാണ്, നല്ല വെയിലായ പിന്നെ നിക്കാൻ ഭയങ്കര പാടാ. പക്ഷെ ഇന്നിപ്പോ നല്ലൊരു ക്ലൈമറ്റ് ശരിക്കും. നല്ല ഗായ്സ്, എൻ്റെ ഇപ്പോഴത്തെ ചലഞ്ച് എന്ന് വെച്ചാൽ ഈ കുഞ്ഞു ഹുക്കിൽ തീറ്റ ഇങ്ങനെ വെക്കുന്നതാ. അത് ഒരു കറക്റ്റാടാ, വെക്കാൻ ബുദ്ധിമുട്ടാ കുറച്ച്. കഷ്ടപ്പാടാ. എങ്ങനെയാണ് ഗൈസ് നിങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്? ഗൈസ് ഇവരൊക്കെ മീൻ പിടിച്ചു, നമ്മളാണ് ലേറ്റ്. കുഴപ്പമില്ല, നമുക്ക് വലുത് പിടിക്കാം. അടുത്ത് കിട്ടിയേ. പരലല്ലേ? യെസ്, പരല്. നവീൻ ചേട്ടന്റെ രണ്ടാമത്തെ മീന് ഗൈസ്. അടുത്ത മീൻ കിട്ടിയേ. ഈ ഹുക്ക് ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താ? അടിച്ച് ചെറുതാണെങ്കിൽ എല്ലാ കിട്ടും. ആ അടിച്ചു അല്ല ഞാൻ എനിക്ക് പെട്ടെന്ന് അടിക്കാറില്ല. ആ അരുൺ വേണ്ട കിട്ടിയാ? ആ അതെ മീൻ കിട്ടിട്ടാ. കല്ലുതിന എന്നെ വിട്ടുപോയി. അതല്ലേ അതിനൊരു പ്രത്യേക കഴിവാണ് എൻ്റെ ഏട്ടാ. ഞാനില്ല. അയ്യോ ആ കുഴപ്പമില്ല. പരിപ്പിടി ആകുമ്പോ അതിൻ്റെതായ അയ്യടാ എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? കരിപ്പിടിക്ക് ട്രെയിനിന്റെ ആവശ്യമൊന്നും ചില നേരത്ത് നമ്മൾ വിചാരിക്കും ഒരു കരിപ്പിടിയിലും കിട്ടിയാൽ മതി വിചാരിക്കും. ഒരു രക്ഷയില്ല, ചില നേരത്ത് ഒന്നടിക്കാണ്ടിരിക്കും. നമ്മൾ കൊമ്പനെ പിടിച്ചിട്ട് കയറ്റിട്ട് പോവുള്ളൂ എന്ന് പറഞ്ഞ പോലെ. വലിപ്പൊക്കെ ഉണ്ട് അത്യാവശ്യം കളയണ്ട. ആ നല്ല ഫൈറ്റ് ഉണ്ടാവും. അടിപൊളി മീൻ അടിച്ചു. അത് നമുക്ക് കുറെ നേരങ്ങൾക്ക് ശേഷം ചെറിയൊരു കരിമീൻ അടിച്ചു. ചെറുതല്ല, ഒരു മീഡിയം എടുക്കാൻ പാകത്തിനുള്ളത് എടുത്തോളൂ. കുറെ നേരം വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അത് അടിപൊളി മീൻ കേട്ടാ. ഇത് പൊടിയുണ്ടാ കേട്ടോ. അങ്ങനെ കരിമീൻ അടിച്ചു കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു. ആരിഫ് ചേട്ടന് കരിമീൻ അടിച്ചിട്ടുണ്ട്. കയ്യിന്റെ വലിപ്പമുള്ള കരിമീൻ അടിച്ചിട്ടുണ്ട്. ഇതിന്റെ ഡബിൾ സൈസ് ഉള്ളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അടിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം അടിച്ചത് ഇത്ര കൈനേക്കാൾ വലിപ്പമുണ്ട്. പിടിക്കലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഒരാൾ വന്നു കേട്ടോ. പൂവ് ഇതിനുള്ളിലുണ്ട്. ഞാനും പിടിക്കും. കയ്യില് കുത്തല്ലേ. നന്നായിട്ട് പിടിച്ചിട്ട് പൊന്നിച്ചാൽ മതിട്ടാ.
ഞാൻ എടുത്തരാം. ആ എടുത്തോ. എന്റെ അമ്മ കിട്ടിയാലും പൈസയാണ്. അതാ ചൂണ്ടോട് കൂടി പിടിക്കും. ചൂണ്ട കൂരി പോയില്ല പോയാ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിലോപ്പ് അതോ കരിമീന്? കരിമീന്റെ വലുത്. ഇങ്ങനെ ഇതിങ്ങനെ ആക്കിട്ട് പിടിക്കും. ഇങ്ങനെ ആക്കിട്ട് ഇങ്ങനെ ഉറപ്പിച്ച് പിടിച്ചോ. കല്ലുതീനെ പിടിക്കില്ല നമ്മള് അതുപോലെ. ഇത് അതിന്റെ അത്ര ഡേഞ്ചർ ഇല്ല. മുറുക്കി പിടിച്ചോടാ എന്നിട്ട് ഈ കൈ ഒന്ന്. എനിക്ക് വയ്യ. എന്റെ കൈയിന്റെ അത്ര സൈസ്. അടിപൊളി ഒരു കരിമീനും പിടിച്ചിട്ട് ബേബി ഇവിടെ റോക്ക് ഓൺ ചെയ്തോണ്ടിരിക്കാണ്. ഞാനാണ് ലീഡ് ചെയ്തിരിക്കണല്ലേ. പക്ഷെ എന്നാലും ബേബിയുടെ ഒരു വലിയൊരു ആഗ്രഹം ഇന്ന് സാധിച്ചല്ലേ. ഞാൻ വിചാരിച്ചില്ല. ക്രെഡിറ്റ് എനിക്കാണ്. പക്ഷെ എന്തായാലും താങ്ക്സ് പറയേണ്ടത് ആരിഫിന്റെ അടുത്താണ്. കാരണം നമുക്ക് അതെ എന്തായാലും അടിപൊളി. എന്ത് സൈസാണത്. എനിക്ക് തോന്നുന്നത് ഞാൻ പിടിച്ച കരിമീൻ അതിന്റെ കണ്ണിന്റെ വലിപ്പമുള്ളതുകൊണ്ട്. അല്ല അങ്ങനത്തെ സാധനം ഇനിയുണ്ട് അവിടെ. വെയിറ്റ് ചെയ്യാ. ഇനി നമ്മൾ ചായ കുടിക്കാൻ സമയമായില്ല അല്ലേ? നമ്മൾ റീചാർജ് ചെയ്യേണ്ട സമയമായില്ലേ? അങ്ങനെ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് ഫിഷിങ് ചെയ്യാൻ വന്നു. ഉണ്ടായിരുന്ന സ്ഥലത്ത് മീനൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇവിടെ ഇപ്പം മീനിന്റെ തീറ്റ വെച്ചോടത്ത് മുഴുവൻ ഉറുമ്പ പറഞ്ഞാലേ ഈശ്വരാ. ഇവിടെ നിറച്ച് മീനുകളുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. ഇതേപോലെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഗോപ്രോ ഒരിക്കൽ വെള്ളത്തിലെടുത്ത് മുക്കിയതൊക്കെയാണ്. മറ്റേ സ്കൂബ ഡൈവിങ്ങിന്. ആ ഗോപ്രോ കട്ടപ്പുറത്തായി. ആരിഫ് അടിച്ച് തകർക്കാട്ടോ അവിടെ. വലിയ ഉണ്ടോ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ ചുറ്റിയും കൊണ്ട് വരും. പരച്ചടിച്ചിട്ട് ഒരു രക്ഷയില്ലാതെ. ഹാമർ ഷോട്ട് ഫിഷിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടണം. ഇതെന്താണ് മക്കളെ, ഇവിടെയല്ലേ ഞാൻ തീറ്റിരുന്നേ. ഞങ്ങള് നിക്കണ അവിടത്തെ നിങ്ങളെ തീറ്റിടണം. നമ്മളെ പിടിച്ച മീൻ ഇന്നത്തെ ഫിഷിംഗ് നിർത്തുകയാണ്. നമ്മളപ്പോൾ ഫിഷിങ്ങിന് വന്ന സ്ഥലം കണ്ട ഫുൾ പാടാണ്. ഇങ്ങനെയുള്ള വഴി കൂടെയൊക്കെ വന്ന് ഫിഷിങ് ചെയ്യുമ്പോഴുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. പിന്നെ മീൻ കിട്ടണില്ല എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ മീൻ കിട്ടും, കുറേശ്ശൊക്കെ മീൻ കിട്ടും. എന്നാലും നല്ല രസമാണ് ഇങ്ങനെ ഫിഷിങ്ങിനൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ സപ്പോർട്ട് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.